Hello, welcome to Walk with Cats. This is my first video in YouTube. Shall we start? Guys, welcome to my YouTube channel. ഞാനിന്ന് ഫസ്റ്റ് മാൾട്ടയിൽ പോവാണ്. എന്റെ ഹസ്ബൻഡ് ഭയങ്കര സന്തോഷാണ്. അത് കണ്ടായിരുന്നു നേരത്തെ കണ്ണുടക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതെന്റെ നാത്തൂനാണ്, എന്റെ ഒരേ ഒരു നാത്തൂൻ. അതിന്റെ അമ്മായിമ്മ, അതെന്റെ മമ്മി. ഇത് എന്നെ മാൾട്ടയിലേക്ക് പിക്കപ്പിൽ കൊണ്ടുവരുന്ന മിഠായി. ഇതെന്റെ അനിയൻ, പാച്ച് വർക്കുള്ള അനിയൻ കാലിൽ. പിന്നെ നിൽക്കുന്ന എന്റെ ഗുങ്കുട്ടു. ഗുങ്കുട്ടു ഇങ്ങോട്ട് നോക്കൂ, ഇത് പിന്നെ എന്റെ അനിയൻ. അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇന്ന് മാൾട്ടയ്ക്ക് പോവാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ 6 ഡേയ്സിന് ശേഷമാണ് ഞാൻ പെട്ടെന്നുള്ളതിൽ മാൾട്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ ഫാമിലീസിനും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു, പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്കും സങ്കടം ഇല്ലായിക്കൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം എൻ്റെ ഇത്രയും വർഷത്തെ എഫേർട്ടാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ടിക്കറ്റും വിസയൊക്കെ എടുത്ത് ഇങ്ങനെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ആ കാണുന്ന ചേട്ടനാണ് എൻ്റെ പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ക്യൂവിലൊന്നും ഇരിക്കേണ്ട, അമ്മയുടെ അവിടെ പോയിരുന്നോ, ഞാൻ എല്ലാ കാര്യങ്ങളും ബാക്കി നോക്കിക്കോളാം. അങ്ങനെ ഞാൻ നല്ല സുഖസുന്ദരമായി അവിടെ ഇരിക്കുന്നു, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നു. എൻ്റെ വീട്ടുകാരെല്ലാം പുറത്ത് നിന്ന് മുഷിയാണ്, എങ്കിലും ഞാനിവിടെ അത്യാവശ്യം സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എൻ്റെ ബാഗേജൊക്കെ വെയിറ്റ് ചെയ്ത്. കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് ബോറടിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ എയർപോർട്ടും പരിസരം എല്ലാം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഒരു ചായക്കട തപ്പിയെടുത്ത് ഞാൻ ചായ കുടിക്കാൻ പോയി. അവിടെ ആണെങ്കിൽ പാല് വേറെ, തേയില വേറെ, പഞ്ചസാര വേറെ, എല്ലാം സ്വന്തമായി ഇളക്കി കുടിക്കുകയും വേണം. ഇതാണ് ആ പരിപാടി. അവസാനം ഞാൻ ചായ കുടിച്ചു നോക്കി. നമ്മുടെ മലബാർ ബൈറ്റ്സ് കിട്ടുന്നതിൻ്റെ അത്രയൊന്നും വരുന്നില്ല, ഒടുക്കത്തെ റേറ്റ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് 2:45 എൻ്റെ ഫ്ലൈറ്റിലുള്ള അനൗൺസ്മെൻ്റ് ആയി. അങ്ങനെ ഞാൻ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നേരെ നടത്താൻ തുടങ്ങി. നടന്ന് ആഹാ നല്ല രസമുണ്ടല്ലേ. നടന്നിട്ട് എത്തുന്നില്ല ഗൈസ്. അങ്ങനെ എങ്ങനെയോ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി ഇരുപ്പുറപ്പിച്ച്. എൻ്റെ അപ്പുറം ഒരു അമ്മച്ചിയാണ്, പുള്ളിക്കാരത്തി നല്ല ഉറക്കമായിരുന്നു. എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ് കിട്ടിയതുമില്ല, ഉറക്കവും വരുന്നില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. അവസാനം ഞാൻ എങ്ങനെയെങ്കിലും സൂം ചെയ്ത് ഫ്ലൈറ്റ് പറക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വെച്ച് തുടങ്ങി. ഇത് പുല്ല് പറക്കുന്നില്ലേ എന്ന് വെച്ച് ഇങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്ക് സാധനം പറന്നുയർന്നു. എന്താ രസമല്ലേ കാണാൻ. എൻ്റെ നെഞ്ച് ഇപ്പം ഇടിച്ച് പൊട്ടുന്ന അവസ്ഥയിൽ. പിന്നെ കുറേ നേരത്തേക്ക് എല്ലാം വെള്ളം മൂടിയ അവസ്ഥയായിരുന്നു, മൊത്തത്തിൽ ഒരു വെള്ളമയം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തിനാ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് ഞാൻ ഫോൺ മടക്കി വെച്ചിട്ട് ഞാൻ കണ്ണടച്ച് ഉറങ്ങാനായിട്ട് നോക്കി. ഒരു കള്ളുറക്കം തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. സൈഡ് സീറ്റും കിട്ടിയില്ല, ഉറങ്ങാനും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല ക്ലൗഡി ആയിട്ടുള്ളത് കാണാൻ തുടങ്ങി കേട്ടോ. ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഐസ്ക്രീം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഇത് കാണാനായിട്ട്. പക്ഷെ സൈഡ് സീറ്റ് കിട്ടാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമമൊന്നും ഇല്ലായിരിക്കില്ല. അപ്പോഴാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചി കൊണ്ടുവന്ന് എനിക്ക് ഫുഡ് തന്നത്. ഫുഡ് എന്താന്ന് ചോദിച്ചാൽ തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു സാൻഡ്വിച്ച്, പിന്നെ ആ കവറിനകത്ത് ഒരു ജ്യൂസ്, ചോക്ലേറ്റ്. അപ്പോഴേക്കും ഞാൻ ദോഹ എയർപോർട്ടെത്തി. ദോഹ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ശിവനേ, തെക്കേതാ വടക്കേതാ കിഴക്കേതാ എന്നറിയാൻ പറ്റത്തില്ല. ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ് ഈ സാധനം. ഞാനാണെങ്കിൽ അന്തം വിട്ട് കൊന്തം അടങ്ങിയിരിക്കുക. അപ്പോഴാണ് ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെൽവിനാണ് എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്തത്. പുള്ളിക്കാരന് മാൾട്ടയിലേക്കായിരുന്നു, അതുകൊണ്ടൊരു വലിയ ഹെൽപ്പായി. കുറേ അറബികളെയൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ എമിഗ്രേഷൻ. ഇവിടെ ആണെങ്കിൽ എമിഗ്രേഷനിൽ നിന്ന് ഊപ്പാട് വന്നു. ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു.
ഈ കാണുന്ന വഴികളെല്ലാം ഉണ്ടല്ലോ, ഞാൻ നടന്ന് ക്യൂവിൽ നിന്ന് വന്ന വഴികളാണ്. സംഭവം പറയാലോ, എയർപോർട്ട് നല്ല കിടിലമാണ്. കിടിലം എന്ന് പറഞ്ഞാൽ നല്ല കിടിലം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കുഴപ്പത്തില്ലേ? അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഖത്തർ എയർപോർട്ടിൽ പോയി. ബിരിയാണി പോലത്തെ ഒരു സാധനം, കൂടെ സലാഡ്, തൈര്. ആ ആ ഇരുന്നതാണ് കേട്ടോ മെൽവിൻ, എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. പുള്ളിക്കാരനില്ലായിരുന്നെങ്കിൽ ഈ ഖത്തർ എയർപോർട്ടിൽ ഞാൻ തെക്ക് വടക്ക് 16 മണിക്കൂർ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നേനെ. ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞ് ഞങ്ങൾ അവസാനം പെട്ടിയുടെ മണ്ടേ കാല് കയറ്റി വെച്ചിരുന്നു ഉറങ്ങേണ്ട അവസ്ഥയായിരുന്നു. അതും 16 മണിക്കൂർ. 16 മണിക്കൂർ ഗൈസ്, 16 മണിക്കൂർ. എപ്പോഴോ ഇരുന്ന് എങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തത് അറിഞ്ഞതേയില്ല. നേരം വെളുത്തത് നോക്കിയപ്പോ ഒരു പൂരത്തിനുള്ള ആളുണ്ട് എയർപോർട്ടിനകത്ത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഇതിലേക്ക് പോകാം എന്നുള്ളത്. എവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നതെന്ന് അപ്പോൾ അവരെ കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പതുക്കെ നടന്നുപോയി ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാണെന്നൊക്കെ നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, മാൾട്ടയിലേക്കുള്ള ആൾക്കാരെല്ലാവരും പെട്ടെന്ന് വരിക, പെട്ടെന്ന് പോകണം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇടിപിടിന്ന് ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകായിരുന്നു. പിന്നെ ഒരു യാത്രയായിരുന്നു. അങ്ങനെ നോക്കി 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 വന്നപ്പോ ദേ കിടക്കുന്നു എന്റെ ഫ്ലൈറ്റ്. ഇതിനകത്താണ് ഞാൻ പോണ്ടത്. ആ, ഇങ്ങോട്ട് വന്നത് ഇൻഡിഗോയിലായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഖത്തർ എയർലൈൻസ് സ്വർഗം. സ്വർഗം എന്നൊക്കെ പറഞ്ഞ സ്വർഗം. ഏറെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഫുഡൊക്കെ കൊണ്ടു തന്നു. എന്താണെന്നറിയാത്ത കുറേ സാധനങ്ങൾ. പിന്നെ പാലും കാപ്പിയും. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇതിലും സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം രമ്യ ചേച്ചിയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. എങ്ങനെയുണ്ട്? ഇതിപ്പം നമ്മൾ ഏകദേശം മാൾട്ടയുടെ മണ്ടേ കൂടെ പറന്നുകൊണ്ടിരിക്കുക. ഇത് ഫ്ലൈറ്റ് ഏകദേശം ലാൻഡിങ് ടൈം ആയപ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ഒരു മാലദ്വീപ്സിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ ബൈ മാലദ്വീപ്സിൽ ഇതുവരെയും പോയിട്ടില്ല എങ്കിലും ബട്ട് ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി പോകുന്നു. ഇതാണ് എൻ്റെ രമ്യ ചേച്ചി. ഷീ സച്ച് എ ജം. ഒരു അനിയത്തിയെ പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. മാൾട്ടയിൽ വന്നിട്ട് എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം, എന്ത് ഇത് വേണം, എങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, അങ്ങനെ 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 കുറേ കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രമ്യ ചേച്ചി മെൽവിനും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എയർപോർട്ടിലും മാൾട്ടയിലും ശരിക്കും പെട്ടേനെ. പിന്നെ ഇതിപ്പോ നമ്മൾ മാൾട്ടയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. ഈ കാണുന്നത് ഐലൻഡ്സ് ആണ്. ഇതാണ് ദേ ഈ കാണുന്ന സാധനമാണ് മാൾട്ട. ശരിക്കും പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടിട്ട് ഒരു ഗൾഫിന്റെ ലുക്കാണ് എനിക്ക് കുറെ കൂടെ തോന്നിയത്. എന്താ പറയാ, ആഹാ, നീലക്കടൽ. അങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോ എന്റെ മനസ്സിന് കുളിരേകാനായിട്ട് ഇങ്ങനെ ഉണ്ട്. നീലക്കടൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് സംഭവം ആ കുറച്ചൊക്കെ കാണാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ വന്നത്. ഞങ്ങള് പിന്നെ കുറേ നേരം കത്തിയടിച്ചും സംസാരിച്ചും ഞങ്ങളുടെ സമയങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, മാൾട്ട എത്താറായി, എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക, നിങ്ങളെ ഇപ്പൊ ഇറക്കി വിടും എന്നൊക്കെ. എങ്ങനെയെങ്കിലും ഇറങ്ങിയാ മതി എന്നായി. അവസാനം ഞങ്ങൾ ചവിട്ടി പുറത്താക്കി ഫ്ലൈറ്റിൽ നിന്ന്. എന്നിട്ട് ബസ്സിൽ കയറ്റി നേരെ മാൾട്ട എയർപോർട്ട്. ഇതാണ് ഗൈസ് മാൾട്ട എയർപോർട്ട്. അങ്ങനെ ഞാൻ മാൾട്ടയിൽ കാല് കുത്തിയിരിക്കുന്നു. യെസ്, ഐ ഡിഡ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുടെയും ബാഗുകൾ എടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്നെ പ്രവീൺ ചേട്ടൻ വിളിക്കാൻ വന്നു. രമ്യ ചേച്ചിയുടെ അടുത്തും മെൽവിൻ്റെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഞാൻ കാറി കയറി പോവാണ്. കുറേ പച്ചപ്പുള്ള സ്ഥലങ്ങൾ, ഓരോരോ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓറഞ്ച് ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാനുണ്ടല്ലോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നല്ല അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നു. കണ്ടാൽ വലിയ തണുപ്പ് ഫീൽ ചെയ്യില്ലെങ്കിലും അത്യാവശ്യം തണുപ്പ് മാൾട്ടയിൽ ഇപ്പോഴുണ്ട്. എനിവേ, stay tuned my next video. Bye bye.